നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ദീപം ദീപം ദീപം. ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശ്രദ്ധയും നിരീക്ഷണ പാഠവും ഉണ്ടെങ്കിൽ ഒരാളുടെ കണ്ണ്, മുഖം, ചലനങ്ങൾ എന്നിവ നോക്കി അയാളുടെ ചിന്തകളും മറ്റും അറിയാം. ഒരു യോഗി പരമാത്മാവുമായി ബന്ധപ്പെട്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഭാഗമായ മറ്റുള്ളവരുടെ ചിത്തവൃത്തി വായിച്ചെടുക്കാൻ പ്രയാസമില്ല. അവർക്ക് ഭൂതകാലവും ഭാവി കാലവും കൂടി തിരിച്ചറിയാൻ കഴിയും. ഇതാണ് ഉൾക്കണ്ണ് എന്ന് പറയുന്നത്. ഭാരതീയ പ്രാചീന ഭക്തകവികളിൽ ശ്രേഷ്ഠന്മാരായിരുന്നു തുളസീദാസും സൂർദാസും. സൂരസൂര തുളസീ ശശി എന്നാണ് നിരൂപകർ പറയാറ്. അതായത് സൂർദാസ് സൂര്യനും തുളസീദാസ് ചന്ദ്രനുമാണെന്നാണ് അർത്ഥം. ബുദ്ധ ജൈന മതങ്ങളുടെ വികാസം, വൈദേശിക മതങ്ങളുടെ വരവ് തുടങ്ങിയവ ഹിന്ദു സമൂഹത്തിനുണ്ടാക്കിയ നൈരാശ്യത്തിൽ പുത്തൻ ഉണർവ് പകരാൻ ഇവരുടെ ഭക്തിഗീതങ്ങൾക്ക് കഴിഞ്ഞു. ഇനി ഇന്നത്തെ സന്ധ്യാനാമം കേൾക്കാം.
കേരളത്തിൻ്റെ ആത്മീയ പാരമ്പര്യ തലങ്ങളിൽ ഏറെ പ്രസക്തിയുള്ള നദിയാണ് ഭാരതപ്പുഴ അഥവാ നിള. ഭാരതപ്പുഴയുടെ തീരത്തുള്ള നിരവധി സ്ഥലങ്ങൾ പ്രശസ്തമായ പിതൃതർപ്പണ കേന്ദ്രങ്ങളാണ്. പാപമോചന തീർത്ഥമായാണ് ഭാരതപ്പുഴ കണക്കാക്കപ്പെടുന്നത്. നിരവധി ഐതിഹ്യങ്ങൾ ഈ നദീതടവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഇന്നത്തെ കഥയമമ്മ ഭാരതപ്പുഴയെക്കുറിച്ചാണ്. കേൾക്കാം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഥയമമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മൾ പ്രകൃതിയെയും എല്ലാ വസ്തുക്കളിലും ഈശ്വരനെ കാണണം എന്ന് പഠിപ്പിക്കുന്ന ധർമ്മമാണെന്ന് പലപ്പോഴായിട്ട് ചിന്തിക്കാറുണ്ട്. അതിൽ വൃക്ഷങ്ങളുടെ സ്ഥാനം കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ ആൽമരത്തിന് നൽകുകയും ചെയ്തു. ഇത്തവണ നദികളിൽ ആ സ്ഥാനം ഏറ്റവും അധികം അർഹിക്കുന്ന ഈ കേരളത്തിൻ്റെ തന്നെ ജീവനാഡിയായിട്ട് അവകാശപ്പെടാൻ സാധിക്കുന്ന ഈ ഭാരതഭൂമിയുടെ പേരിൽ തന്നെ ഒഴുകുന്ന കേരളത്തിലെ ഒരു നദിയായിട്ടുള്ള സാക്ഷാൽ നിളാഭഗവതിയെക്കുറിച്ച്, ഭാരതപ്പുഴയെക്കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ സംസാരിക്കുന്നത്. നമുക്കൊക്കെ ഭാരതപ്പുഴയെക്കുറിച്ചിട്ടുള്ള ഒരു അറിവെന്ന് പറഞ്ഞാൽ കേരളത്തിലൂടെ ഒഴുകുന്ന ഒരു നദി, അതിൻ്റെ പേര് ഭാരതപ്പുഴ എന്നാണ്, അതിൻ്റെ ഒരു പര്യായമാണ് നിള. ഇത്രയൊക്കെ വളരെ ചുരുങ്ങിയ ഒരു അറിവുകൾ മാത്രമേ പലപ്പോഴും ഭാരതപ്പുഴയെക്കുറിച്ച്, അല്ലെങ്കിൽ അതിൻ്റെ സഞ്ചാര നീളം എത്രയാണ്, ഏതൊക്കെ നദികളാണ് ഇതിൽ കലരുന്നത്, ഇങ്ങനെയുള്ള ഒരു വളരെ പ്രാഥമികമായിട്ടുള്ള വിവരം മാത്രമേ പലപ്പോഴും നമ്മളുടെ സനാതനധർമ്മത്തിലെ ഏറ്റവും ഔന്നത്യത്തിലുള്ള സ്ഥാനം അലങ്കരിക്കുന്ന ഭാരതപ്പുഴയെക്കുറിച്ച് നമുക്കുള്ളൂ എന്നുള്ളത് വളരെ സങ്കടകരമായിട്ടുള്ളൊരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ഈ ഭാരതപ്പുഴ എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത് എന്ന് തൊട്ട് അതിൻ്റെ ചരിത്രം മനസ്സിലാക്കിയാലേ, ആ കഥ അറിഞ്ഞാലേ ഭാരതപ്പുഴയുടെ മാഹാത്മ്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഇത് യഥാർത്ഥത്തിൽ ഉദ്ഭവിക്കുന്നത് കേരളത്തിൽ നിന്നല്ല, തമിഴ്നാട്ടിൽ ഏകദേശം ആനമല എന്ന് വിളിക്കപ്പെടുന്ന ഭാഗത്തുള്ള ഒരു ത്രിമൂർത്തി മലനിരകളിൽ നിന്നാണ് ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത്. ഈ മലനിരകൾ പണ്ട് അത്രി അനസൂയ എന്ന് വിളിക്കപ്പെടുന്ന രണ്ട് താപസ ദമ്പതിമാരുടെ ആശ്രമം നിലനിന്നിരുന്ന സ്ഥലമായിരുന്നു. ഈ അനസൂയാദേവിയെ പരീക്ഷിക്കാനായിട്ട് ത്രിമൂർത്തികൾ, സാക്ഷാൽ ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ, ഇവർ മൂന്ന് പേരും കൂടെ ഈ അനസൂയാദേവിയുടെ പാതിവൃത്യത്തെ പരീക്ഷിക്കാനായി അവിടെ ചെല്ലുകയും ദേവിയുടെ പാതിവൃത്യത്തിൻ്റെ ശക്തി കൊണ്ട് അവർ മൂന്ന് പേരും കുട്ടികളായിട്ട് ജനിക്കുകയും ആ കുട്ടികളെ പൂർവ്വരൂപത്തിലേക്കാക്കാനായിട്ട് ഈ മൂന്ന് ദേവന്മാരുടെയും ഭാര്യമാർ സരസ്വതി, ലക്ഷ്മി, സാക്ഷാൽ പരാശക്തി, ഇവർ മൂന്ന് പേരും വന്ന് പറഞ്ഞപ്പോൾ അവരിൽ നിന്നൊരു വരം വാങ്ങിയെടുക്കുകയും, ഏത് വരം? ഇവർ മൂന്ന് പേരും തങ്ങളുടെ ചൈതന്യത്തോടു കൂടി മക്കളായിട്ട് ജനിക്കണം എന്നുള്ളൊരു വരം അനസൂയാദേവി വാങ്ങിയെടുക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഭഗവാൻ നാരായണൻ്റെ അംശം വളരെയധികം അധികമായിട്ട് ബാക്കി രണ്ട് മൂർത്തികളുടെയും അംശത്തോടു കൂടി ജനിച്ച മഹാത്മാവാണ് ദത്താത്രേയൻ. ആ ദത്താത്രേയൻ്റെ ജന്മഭൂമി കൂടിയാണ് ഈ ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം. അവിടെ നിന്ന് 7 അരുവികളായിട്ട് ഒഴുകി ഒഴുകി വന്ന് പല സ്ഥലത്തെത്തുമ്പോൾ പല പേരുകളിൽ അറിയപ്പെട്ട്, ഇപ്പോൾ കൽപ്പാത്തി എത്തുമ്പോൾ കൽപ്പാത്തിപ്പുഴയായിട്ട്, ചിറ്റൂരെത്തുന്ന സമയത്ത് ഗായത്രിപ്പുഴയായിട്ട്, വള്ളുവനാടിൻ്റെ ഭാഗത്തേക്ക് എത്തുമ്പോൾ കുന്തിപ്പുഴയായിട്ട്, ഇങ്ങനെ പല പുഴകളായി കലർന്ന് അത് സാക്ഷാൽ ഭാരതഭൂമിയിൽ ഭാരതപ്പുഴ എന്ന പേരിൽ സംഗമിക്കുന്നു. ഈ ഭാരതപ്പുഴയുടെ തീരത്തിരുന്ന് നമ്മൾ ചെയ്യുന്ന ഏത് കർമ്മത്തിനും ഏറ്റവും വിശേഷമായിട്ടുള്ള ഫലമാണെന്നാണ്. കാരണം അത് ഏറ്റവും കൂടുതൽ ചൈതന്യവത്തായിട്ടുള്ള ഒരു താപസ ശ്രേഷ്ഠൻ്റെ ജന്മസ്ഥലത്ത് നിന്ന് ഉദ്ഭവിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഭാരതപ്പുഴയുടെ തീരത്ത് ബലികർമ്മങ്ങൾ ചെയ്യുന്നത് വളരെയധികം ഉത്തമമാണ്. ഇപ്പം കർക്കിടക വാവിനോ അല്ലെങ്കിൽ ശ്രാദ്ധബലി നടത്താനോ ഭാരതപ്പുഴയുടെ തീരത്തെ ആശ്രയിക്കുന്ന നിരവധിയായിട്ടുള്ള സനാതനധർമ്മ വിശ്വാസികൾ ഉണ്ട്. ഒപ്പം തന്നെ ഈ ഭാരതപ്പുഴയുടെ തീരം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ യാഗഭൂമിയാണ് എന്നാണ് സങ്കല്പം. ഒരുപാട് യാഗങ്ങൾ നടന്നിട്ടുള്ളൊരു ഭൂമിയാണ് ഭാരതപ്പുഴയുടെ തീരം. ഇപ്പം പാലക്കാട് ഭാഗത്ത് യാക്കര എന്ന് വിളിക്കപ്പെടുന്നൊരു സ്ഥലമുണ്ട്, അത് ഭാരതപ്പുഴയുടെ തീരാണ്. യാക്കര എന്നുള്ള പേര് ആ സ്ഥലത്തിന് വരാൻ കാരണം അവിടെ നിരവധിയായിട്ടുള്ള യാഗങ്ങൾ നടന്നതുകൊണ്ട് തന്നെ അതിൻ്റെ യഥാർത്ഥത്തിലുള്ള പേര് ആദ്യകാലത്ത് യാഗക്കര എന്നായിരുന്നു. യാഗങ്ങൾ നടക്കുന്ന സ്ഥലം, അതാണ് പിന്നീട് ലോപിച്ച് യാക്കര എന്ന പേരിലായത്. അങ്ങനെ ഭാരതപ്പുഴയുടെ തീരത്ത് എപ്പോൾ നോക്കിയാലും നമുക്ക് യാഗങ്ങൾ ആദ്യകാലത്ത് കാണായിരുന്നു എന്നാണ്. നോക്കൂ, നദികളെ കേന്ദ്രീകരിച്ചിട്ടാണല്ലോ എപ്പോഴും നമ്മുടെ സംസ്കാരങ്ങൾ ഉണ്ടായിട്ടുള്ളത്.
സിന്ധു നദീതട സംസ്കാരത്തെക്കുറിച്ചൊക്കെ പഠിക്കുന്ന നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെയുള്ള നമ്മുടെ സ്വന്തം ജീവനാഡിയായിട്ടുള്ള ഭാരതപ്പുഴയുടെ തീരത്ത് നിന്നിരുന്ന യാഗ സംസ്കാരത്തെ എന്തുകൊണ്ടാണ് ഇന്ന് കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ വരുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഈ ഒരു സമയത്താണ് ഒരുപാട് മഹാത്മാക്കളുടെയൊക്കെ ഒരു പരിശ്രമത്തോടു കൂടി തവനൂരിൽ, കുറ്റിപ്പുറത്ത്, തിരുനാവായ ഇതെല്ലാം തന്നെ സംഗമിക്കുന്ന ആ ഭൂമിയിൽ, ഭാരതപ്പുഴയുടെ തീരത്ത്, ഈ ത്രിമൂർത്തി സംഗമ ഭൂമിയിൽ നമുക്ക് ഇവിടെ ഒരു മാഘ മഹോത്സവം സംഘടിപ്പിക്കാനായി നമ്മളുടെ മഹാത്മാക്കൾ തിരഞ്ഞെടുത്തതും ഇതേ ഭാരതപ്പുഴയുടെ തീരം തന്നെയായിരുന്നു. ആ ഭാരതപ്പുഴയ്ക്ക് ആരതി കാണിക്കുന്ന ദൃശ്യം നമ്മളിൽ പല ആളുകളും കണ്ടിട്ടുണ്ടാവും. എങ്ങനെയാണോ സാക്ഷാൽ ഗംഗാമാതാവിന് ഗംഗാരതി നടത്തുന്നത്, അതുപോലെ ഒരു നീളാരതി നമുക്ക് നമ്മുടെ ഭൂമിയിൽ ദർശിക്കാൻ സാധിച്ചു. അതൊക്കെ തന്നെ മഹാത്മാക്കൾ നമ്മളോട് പറയാതെ പറയാണ്, എങ്ങനെയാണോ നമുക്ക് ഗംഗ, അതുപോലെ തന്നെ നമുക്ക് പവിത്രമാണ്, പുണ്യമാണ് നമ്മളുടെ സ്വന്തം ഭാരതപ്പുഴയും എന്നാണ്. ഭാരതപ്പുഴയുടെ തീരത്ത് ഈ ത്രിമൂർത്തി സംഗമ ഭൂമി ഇപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും. തിരുനാവായയിൽ നാവാമുകുന്ദൻ്റെ ക്ഷേത്രം, ബ്രഹ്മാവിൻ്റെ ക്ഷേത്രം, മഹാദേവൻ്റെ ക്ഷേത്രം, ഇതൊക്കെ ഇന്നും നമുക്ക് പോയാൽ ദർശിക്കാൻ സാധിക്കും. അവിടെ യാഗം നടന്ന സമയത്ത് ഈ മൂർത്തികളുടെയൊക്കെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു എന്നാണ് വിശ്വാസം. ഇത് മൂന്നും നിൽക്കുന്നത് ഒരു ത്രികോണാകൃതിയിലാണ് എന്നാണ് പറയുന്നത്. ആ ത്രികോണാകൃതി എന്ന് പറയുന്നത് സാക്ഷാൽ മേരു ചക്രത്തിൻ്റെ ഏറ്റവും മുകൾ ഭാഗമായിട്ടും കണക്കാക്കുന്നുണ്ട്. ഇത്രയധികം പുണ്യമായിട്ടുള്ള ഈ ഭാരത ഭൂമിയുടെ പേരിൽ തന്നെ അറിയപ്പെടുന്ന ഭാരതപ്പുഴയുടെ മാഹാത്മ്യം പൂർണ്ണ തോതിൽ അതിൻ്റെ സംസ്കാരത്തെ, അത് ഏത് സംസ്കാരമാണ്? പൂർണ്ണമായിട്ടും അത് യാഗ സംസ്കാരമാണ്. ആ യാഗ സംസ്കാരത്തെ കൂടി മുറുകെ പിടിച്ചുകൊണ്ട് മനസ്സിലാക്കുമ്പോഴേ യഥാർത്ഥത്തിൽ ഭാരതപ്പുഴയുടെ മക്കളായി ജീവിക്കാനുള്ള ഒരു അവകാശം നമുക്ക് ലഭിക്കുന്നുള്ളൂ എന്ന് തിരിച്ചറിയുക. അങ്ങനെയുള്ള ആ ഭാരതഭൂമിയുടെ പേരോടുകൂടി ഈ ഭൂമിയിൽ വന്നൊഴുകുന്ന ആ നിളാഭഗവതിയെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് അടുത്തൊരു അധ്യായത്തിൽ വീണ്ടും പ്രകൃതിയിൽ തന്നെയുള്ള മറ്റൊരു ദേവതാ ചൈതന്യത്തെ കൂടി മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഈ അധ്യായത്തിൽ നിന്ന് തൽക്കാലത്തേക്ക് വിടവാങ്ങുന്നു. എല്ലാവർക്കും നന്ദി, നമസ്തേ. തമിഴ്നാട്ടിലെ കാഞ്ചീപുരത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന ഒരു പുരാതന വൈഷ്ണവ ക്ഷേത്രമാണ് പാണ്ഡവ ദൂത പെരുമാൾ ക്ഷേത്രം. 25 അടിയിൽ കൂടുതൽ ഉയരമുള്ള കൃഷ്ണരൂപമാണ് ഇവിടുത്തെ പ്രത്യേകത. പാണ്ഡവരുടെ ദൂതുമായി ഹസ്തനപുരത്തെത്തിയ കൃഷ്ണൻ ധൃതരാഷ്ട്രർക്ക് തൻ്റെ വിശ്വരൂപം കാണിച്ചു കൊടുത്തു. ആ രൂപമാണ് ഇവിടെ ആരാധിക്കപ്പെടുന്നത് എന്നാണ് വിശ്വാസം. ഇന്നത്തെ ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം. ദുർഗാലക്ഷ്മി സരസ്വതി, ദുർഗാലക്ഷ്മി സരസ്വതി. കൊല്ലം ജില്ലയിലെ ഭൂപട ചിത്രങ്ങളിലെ ഏറ്റവും മനോഹരമായ ഭൂമികകളിലൊന്നാണ് ഉളിയക്കോവിൽ ദേശം. കൊല്ലം നഗരത്തിന്റെ സമീപ പ്രദേശമായ ഉളിയക്കോവിലിന്റെ ഭൂമിശാസ്ത്രവും പുണ്യമാർന്ന കാഴ്ചാനുഭവം തന്നെയാണ് നൽകുന്നത്. ഈ നഗരത്തിനോട് ചേർന്ന് ഇങ്ങനെയൊരു വനം സന്ദർശകരെ അത്ഭുതപ്പെടുത്തുക തന്നെ ചെയ്യും. അത്യപൂർവമായ വൃക്ഷലതാദികൾ ദിവ്യമായ ചാരുതയോടെ നിറഞ്ഞു നിൽക്കുന്നു. വനത്തിനുള്ളിൽ വിടർന്നു നിൽക്കുന്ന അപൂർവമായ പൂക്കളിൽ ഉരസി വീഴുന്ന കാറ്റിനു പോലും ഒരു ദൈവിക സുഗന്ധം. ആദ്യ ദർശനത്തിൽ തന്നെ തീർത്ഥാടകന്റെ മനസ്സിനെയും ശരീരത്തിനെയും ശാന്തിയുടെ മഹാസങ്കേതങ്ങളിലേക്ക് നയിക്കുവാൻ ഉളിയക്കോവിൽ ക്ഷേത്രാന്തരീക്ഷത്തിനു കഴിയുന്നുവെന്നതാണ് ഏറ്റവും മഹത്തായ കാര്യം. കാരണം ഇത് വെറുമൊരു വനമല്ല, ദേവീവനമാണിത്. ഇവിടുത്തെ ഓരോ ഇലകളിലും പൂക്കളിലും എന്നു വേണ്ട ഈ സർവചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നത് ദേവീ ചൈതന്യമാണ്. സ്വർഗാപവർഗ ഇൻപം തരുവാൾ വനദുർഗാഭാവത്തിൽ ഇവിടെ കുടികൊള്ളുന്ന ഉളിയക്കോവിൽ ദുർഗാദേവിയുടെ മഹാചൈതന്യ പ്രവാഹത്തിൽ അലിഞ്ഞു ചേർന്ന് നിത്യാനന്ദം ലഭിക്കുവാനുള്ള ഭാഗ്യം നേടിയവരാണ് ഉളിയക്കോവിൽ ദേശവാസികളും ഇവിടെ വന്നു പോകുന്ന മറ്റനേകം തീർത്ഥാടകരും.
ശ്രുതി പുകഴ്ന്നവരാത്രിയിൽ ഉള്ളൻപോട് സ്വർഗവർഗ ഇൻപം തരുവാൻ ശ്രുതി പുകഴ്ന്നവരാത്രി. ഹിമാലയത്തിൽ നിന്ന് നദികൾ ഉത്ഭവിച്ച് വിവിധ ദേശങ്ങളിലൂടെ ഒഴുകി പല പേരുകളിൽ അറിയപ്പെടുന്നു. അതുപോലെ തന്നെയാണ് ആദിപരാശക്തിയിൽ നിന്നും സർവ്വദേവീഭാവങ്ങളും ഉത്ഭവിക്കുന്നത്. ദേവി ദുർഗയായും ലക്ഷ്മിയായും ഭദ്രയായുമൊക്കെ വിവിധ ഭാവങ്ങളിൽ കുടികൊള്ളുന്നുവെന്നേ ഉള്ളൂ. ലക്ഷ്മി സരസ്വതി ഇവിടെ ഉളിയക്കോവിൽ ദേശക്കാർ തങ്ങളുടെ പരദേവതയായ ദുർഗാദേവിക്ക് മുന്നിൽ നിരന്തരം സമർപ്പിക്കുന്ന പ്രാർത്ഥനകൾ തന്നെയാണ് ദേവിയുടെ കടാക്ഷഭൂമിയായ ഈ പുണ്യഭൂമിയിലേക്ക് മറ്റനേകം ദേശത്തെ ഭക്തജനങ്ങളും നിരന്തരം ദർശന സൗഭാഗ്യം തേടിയെത്തുന്നതും. ഒഴിയും മോഹമുതൽ അരുപകൈകളും അഴിയും മോർപ്പിറപ്പുകളിൽ ശൈവിனை ഒഴിയും മോഹമുതൽ അരുപകൈ. ദുർഗാദേവിയുടെ ചൈതന്യം തിരിച്ചറിഞ്ഞ ഭക്തജനങ്ങൾ ഉളിയക്കോവിലിൻ്റെ പുണ്യഭൂമിയിലേക്ക് കടന്നു വരികയും ദേവിയുടെ കൃപാകടാക്ഷങ്ങളാൽ ഈ ദേശം ജനവാസ കേന്ദ്രമാവുകയും പിൽക്കാലത്ത് ഇന്ന് നാം കാണുന്ന ഉളിയക്കോവിൽ ദുർഗാദേവി ക്ഷേത്രമായി രൂപാന്തരപ്പെടുകയുമായിരുന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രത്തിൻ്റെ പഴമ നിലനിർത്തുന്നതിൽ ഈ നാട്ടിലെ ഭക്തജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നുവെന്നത് മാതൃകാപരമായ മനോഭാവം തന്നെയാണ്. ഇവിടുത്തെ പ്രകൃതിയോട് ചേർന്നു നിൽക്കുന്നത് പോലെ തന്നെയാണ് ക്ഷേത്രത്തിന്റെ രൂപഭംഗി. ശ്രീകോവിലിന് മുന്നിലെ പന്തലിൽ കെടാവിളക്കും വലിയ നിലവിളക്കുകളും പഴയ നിർമ്മിതിയിലുള്ള മുഖപ്പും തിടപ്പള്ളിയും ശ്രീകോവിലുമെല്ലാം ഓടുമേഞ്ഞവയാണ്. ചതുരശ്രീകോവിലിന് ചുറ്റുവിളക്കുണ്ട്. മേൽക്കൂരയിൽ മധ്യഭാഗം തുറന്നുകിടക്കും വിധമാണ് ശ്രീകോവിലിൻ്റെ നിർമ്മാണം. വനദുർഗയ്ക്ക് പൂർണ്ണമായും അടച്ചുകെട്ടിയ ശ്രീകോവിൽ പാടില്ലെന്നാണ് താന്ത്രിക വിധി. പ്രകൃതിയുമായി ബന്ധപ്പെട്ടു നിൽക്കാനാണ് ദേവിക്കിഷ്ടം. ചതുർബാഹുവായ ശിലാവിഗ്രഹമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. 1.5 അടിയോളം ഉയരമുണ്ടാകും. ഇടതുമേൽക്കൈയിൽ ചക്രവും കീഴ്ക്കൈയിൽ വരമുദ്രയും വലതുമേൽക്കൈയിൽ ശംഖും കീഴ്ക്കൈയിൽ അഭയമുദ്രയുമായി ശാന്തസ്വരൂപിണിയായി നിൽക്കും വിധത്തിലുള്ള ദേവീ വിഗ്രഹമാണ് ഉളിയക്കോവിലിൽ പ്രഭ ചൊരിയുന്നത്. കളഭം ചാർത്തിയും തങ്കയങ്കി അണിഞ്ഞും ഭഗവതി നിൽക്കുമ്പോഴുള്ള മനോഹാരിതയും ചൈതന്യവും തേജസ്സും അവർണ്ണനീയമാണ്. ക്ഷേത്രത്തിനു പുറത്തിറങ്ങിയാൽ തെക്കു പടിഞ്ഞാറായി 3 കോവിലുകളാണുള്ളത്. കിഴക്കോട്ടാണ് ദർശനം. ആദ്യത്തേത് ഗണപതിക്കുള്ളതാണ്. അതിനു കിഴക്കുവശത്തെ വലിയ കോവിലിന് 2 വാതിലുകളുണ്ട്. അതിൽ ഇടത് ശിവലിംഗവും വലത് ശാസ്താവുമാണ് പ്രതിഷ്ഠകൾ. തേവാരമൂർത്തികളാണിവ. അതിനു പുറകിലായി ബ്രഹ്മരക്ഷസിന്റെ ചെറിയൊരാലയം. ക്ഷേത്രത്തിന്റെ ചുറ്റുമതിലിനു പടിഞ്ഞാറ് വടക്കായി സുബ്രഹ്മണ്യൻ, യക്ഷി, യോഗീശ്വരൻ എന്നിവർക്കുള്ള ഓരോ ഉപദേവാലയങ്ങൾ കാണാം. ഇവയ്ക്ക് വടക്കുവശത്ത് കാവിനോട് ചേർന്ന് നാഗരാജാവിനെയും നാഗയക്ഷിയെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു. നക്ഷത്രത്തിൽ നിരാമജയിൽ നക്ഷത്രത്തിൽ പാടിയിരിക്കുന്ന നാഗരാജൻ നാഗയക്ഷി
ഇവർക്കുമേ അയുനത്തിനും ഇവരങ്ങാസംബരികൾക്കും ഭൂമിക്കും വൃക്ഷാദികൾക്ക് വാളിനും മദ്ദപരിക്കും ദോഷങ്ങൾ ഒഴിയണം, ദുരിതങ്ങൾ തീരേണം, ശത്രുവിൻ്റെ ഹാരി വരുത്തേണം. പാണ്ഡിമലയാളം കാശിരാമീശ്വരവടക്കി പാണിരിക്കുന്ന നാഗരാജൻ നാഗേക്ഷത്തിന് മുൻപാകെ പാലിക്കുമ്പോൾ ഇതിനഭിമുഖമായി കിഴക്കുള്ള വലിയ ശ്രീകോവിലാണ് മാടൻ തമ്പുരാൻ്റേത്. മാടൻ തമ്പുരാൻ ശിവന്റെ മൂർത്തിഭാവമെന്നാണ് വിശ്വാസം. ദേവിക്കു കാവലായ മാടൻ തമ്പുരാൻ ഭീമാകാരമായ രൂപത്തിൽ ഗദയുമേന്തി ക്ഷേത്ര പരിസരത്തുകൂടി രാത്രികാലങ്ങളിൽ പ്രത്യക്ഷപ്പെടാറുണ്ടെന്ന് ഭക്തജനങ്ങൾ വിശ്വസിക്കുന്നു. അതുകൊണ്ടുതന്നെ വളരെയധികം ശക്തിവിശേഷങ്ങളുള്ള മാടൻ തമ്പുരാന് പൂജകൾ സമർപ്പിക്കാൻ നിരവധി ഭക്തജനങ്ങളാണ് ഇവിടെ എത്തിച്ചേരുന്നത്. ശ്രീകോവിലിനുള്ളിൽ ദേവി വനദുർഗാഭാവത്തിൽ കുടികൊള്ളുമ്പോൾ തന്നെ ഇവിടെ ഭദ്രകാളിയുടെ മഹാസാന്നിധ്യവുമുണ്ട്. എന്നാൽ മറ്റൊരു പ്രത്യേകത, ഭദ്രകാളിക്കായി ശ്രീകോവിലിനോട് ചേർന്ന് തന്നെ ഒരു ക്ഷേത്രവുമുണ്ടെന്നതാണ്. ഉത്സവകാലത്തെ 10 ദിവസത്തേക്കു മാത്രമാണ് ഭദ്രകാളിയുടെ നട ഭക്തജനങ്ങൾക്കായി തുറന്നുകൊടുക്കുന്നതും സവിശേഷമായ പൂജകൾ ദേവിക്ക് സമർപ്പിക്കുന്നതും. കാവിനുള്ളിൽ മറ്റൊരു നാഗക്കാവുമുണ്ട്. നാഗദൈവങ്ങൾക്കായി പ്രത്യേക പൂജകളും ഇവിടെ സമർപ്പിക്കുന്നു. എല്ലാ ബുധനാഴ്ചയും നടത്തിവരുന്ന ഐശ്വര്യദീപ ദുർഗാപൂജയിൽ പങ്കെടുക്കുന്ന ഭക്തജനങ്ങൾ ദേവീകൃപയാൽ ശാന്തവും സമാധാനവും ഐശ്വര്യപൂർണവുമായ ജീവിത സൗഭാഗ്യങ്ങൾ തന്നെയാണ് നേടുന്നത്. അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിലെ വിശേഷാൽ പൂജകളിൽ പങ്കെടുക്കാൻ ദൂരദേശങ്ങളിൽ നിന്ന് പോലും ഭക്തജനങ്ങൾ എത്തിച്ചേരുന്നു. മനമേ ദുർഗാലക്ഷ്മി സരസ്വതി തുണയടി പണിവായേ. മനമേ ദുർഗാലക്ഷ്മി സരസ്വതി തുണയടി പണിവായേ. മനമേ ദുർഗാലക്ഷ്മി സരസ്വതി. മീനമാസത്തിലെ ഉത്രം നാളിൽ നടക്കുന്ന പ്രശസ്തമായ ഉളിയക്കോവിൽ പൊങ്കാലയിൽ ദേശം ജനസാഗരമാകുന്നു. കരയോഗത്തിന്റെ അധീനതയിൽ മറ്റൊരു ക്ഷേത്രം കൂടിയുണ്ടിവിടെ. അത് തെക്കേക്കാവ് ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രമെന്നാണ് അറിയപ്പെടുന്നത്. 2 ക്ഷേത്രങ്ങളും തമ്മിൽ ഏതാണ്ട് 500 അടിയോളം ദൂരമേയുള്ളൂ. ഇവിടെയും നിത്യപൂജകൾ സമർപ്പിക്കുന്നു. മനമേ ദുർഗാലക്ഷ്മി സരസ്വതി ഒരു കരയോഗത്തിന്റെ കീഴിലുള്ള ഭരണ സംവിധാനമാണ് ഉളിയക്കോവിൽ ക്ഷേത്രത്തിലേത്. ക്ഷേത്രത്തിനു ചുറ്റുമുള്ള 5 കരക്കാർ ചേർന്നാണ് ദേവിയുടെ തിരുവുത്സവം നടത്തിവരുന്നത്. ദേവീവനങ്ങൾക്കു മുകളിലെ ആകാശങ്ങൾ പ്രദോഷ പൂജകൾക്കായി ഒരുങ്ങി. വനദുർഗാദേവിയുടെ ചുറ്റുമുള്ള ഇലകളും പൂക്കളും മരങ്ങളുമൊക്കെ ദേവീസ്തുതികൾ പാടി. ദേവിയുടെ കുഞ്ഞുങ്ങൾ ദേവിക്കായി പൂജാപുഷ്പങ്ങളുമായി എത്തി. ഓരോ കുട്ടികളുടെയും മുഖത്ത് ദുർഗാദേവിയുടെ ചൈതന്യം അങ്ങനെ നിറഞ്ഞു തുളുമ്പുന്നു. ഓരോ പുഷ്പദളങ്ങളിലും ആത്മസമർപ്പണത്തിന്റെ പ്രാർത്ഥനകളാണ്. ഓരോ ദീപങ്ങളും തെളിയുകയായി. ദുർഗാലക്ഷ്മി സരസ്വതി തുണയടി
പണിവായേ മനമേ ദുർഗ. ദീപാരാധനയ്ക്കുള്ള ഒരുക്കങ്ങളായി ശ്രീകോവിലിനുള്ളിൽ ദേവി ഭക്തജനങ്ങൾക്കായി അണിഞ്ഞൊരുങ്ങി. മുർപ്പിറപ്പുകളിൽ ശൈവിനയൊഴിയും മോഹ. ഓരോ പ്രാർത്ഥനകളും പരാശക്തിയിലേക്കുള്ള ആത്മപ്രയാണങ്ങൾ തന്നെയാണ്. സർവചരാചരങ്ങളും ദേവീ ദർശനത്തിനായി കാത്തുനിൽക്കുന്ന പുണ്യനിമിഷങ്ങൾ. മോഹമുതല്ലര് പകൈകളും അഴിയും. ശ്രീകോവിൽ തുറക്കുമ്പോൾ സുന്ദരരൂപിണിയായ ദേവിയുടെ മന്ദഹാസത്തിൽ ജനിമൃതികൾ മറന്നുപോയ ഭക്തജനങ്ങൾ ആത്മദളങ്ങൾ മാത്രമായി പരമമായ ചൈതന്യത്തിലേക്ക് ഒഴുകി. ദേവി, നീ എൻ്റെ ആത്മാവിലും മനസ്സിലും ബുദ്ധിയിലും ശരീരത്തിലും നിറഞ്ഞ് വരാൻ പോകുന്ന ജന്മങ്ങളും സഫലമാണ്. അങ്ങനെ ഉളിയക്കോവിൽ ശ്രീ ദുർഗാദേവി ദർശനം പുണ്യമാകും. ധനവും പ്രതാപവും സുഖസൗകര്യങ്ങളുമെല്ലാം ഉള്ളപ്പോൾ ഈശ്വരനെക്കുറിച്ച് പലരും ചിന്തിക്കാറില്ല. എന്നാൽ മറ്റൊരാശ്രയവുമില്ലാതെ വരുമ്പോൾ ഈശ്വരനെ വിളിച്ചു കരയും. ഒരു രോഗം മൂർധന്യതയിലെത്തിയിട്ട് ചികിത്സിക്കും പോലെയാണിത്. ജീവിതത്തിലെ നല്ല കാലങ്ങളിൽ ഈശ്വരവിശ്വാസത്തോടെയും നീതിപൂർവമായും ജീവിക്കുക. മാറാവ്യാധികൾ വരാതെ കാക്കുന്ന പ്രതിരോധം പോലെ അത് സഹായകരമാകും. ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും നന്ദി.